അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ സിൽവർ ജൂബിലി സമ്മേളനത്തിനും ബൈബിൾ കൺവെൻഷനിനും ട്രേഡ് സെന്ററിൽ തുടക്കമായി. യുവജന സമ്മേളനം റവറന്റ് ലിൻസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ സിൽവർ ജൂബിലി സമ്മേളനത്തിനും ബൈബിൾ കൺവെൻഷനിനും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. യുവജന സമ്മേളനം റവറന്റ് ലിൻസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിനൊരു സ്വപ്നമുണ്ടെങ്കിൽ ദൈവം ആ സ്വപ്നം നടത്തിക്കൊള്ളും. ഞാൻ അന്നും വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. ഇവിടെ കൃത്യസഭ പറയുകയാണ്, നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. നിന്നെ താഴ്ത്തിക്കെട്ടാൻ, നിന്റെ യൗവന ജീവിതത്തെ തുച്ഛീകരിക്കുവാൻ, നിന്റെ യൗവന ജീവിതത്തെ താഴ്ത്തിക്കെട്ടുവാൻ നീയായിട്ട് അവസരം കൊടുക്കരുത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ശക്തിയാണ്. ഒരു ദൈവസഭയുടെ ഘടന നാം എടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ആൾക്കാർ സഭയിലുണ്ട്. ഒന്ന് ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ കൊച്ചു കുഞ്ഞുങ്ങൾ. നമ്മുടെ സഭാഘടനയുമായി ചേർത്ത് വെച്ചാൽ സൺഡേ സ്കൂൾ എന്നൊക്കെ നമുക്ക് പറയാം. അവരാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ഈ നടന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ഓടി നടക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ടത് കുസൃതിയുള്ള പിള്ളേരെന്നല്ല, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അസംബ്ലീസ് സമൂഹത്തിന്റെ കർത്താവിന്റെ ഭാഗത്ത് താമസമെങ്കിൽ ഭാവിയിൽ നേതൃത്വം കൊടുക്കേണ്ടവനായി ഓടിപ്പോകുന്നതെന്ന് മനസ്സിൽ കൂടെ വിചാരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ശല്യം ഒന്നും നമുക്ക് ശല്യമല്ല. അല്ലെ, നമ്മൾ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് അടങ്ങിയിരിക്കുന്നില്ലോ, ഓടുന്നില്ലോ. നാളെ ഇവൻ സുവിശേഷത്തിന് വേണ്ടി ഇതുപോലെ ഓടേണ്ടവനാണ്, കർത്താവിന് വേണ്ടി ഇതുപോലെ തുള്ളിപ്പാട്ട് പാടേണ്ടതാണ്, ഇതുപോലെ കൈയടിക്കേണ്ടവനാണ്, ഇവൻ ഇപ്പൊ കാണുന്ന അകത്തിന് പോലെ സുവിശേഷം വിളിച്ചു പറയേണ്ടവനാണ് എന്നൊക്കെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രസൂതിയൊക്കെ നമുക്കൊരു സംഭവഘട്ടമാണ്. പാസ്റ്റർ മെജോഷ് മത്തായി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റവറന്റ് ഡോക്ടർ BT എബ്രഹാം, ഡോക്ടർ ഡ്യൂക്ക് ജയരാജ്, പാസ്റ്റർ ഷിബു തോമസ് എന്നിവർ സന്ദേശം നൽകി. ACV ന്യൂസ്, കോഴിക്കോട്.